മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎക്കും നോട്ടീസ് അയച്ച തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി. എന്റെ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. നോട്ടീസ് അയച്ചത് KSRTC ഡ്രൈവർ യദു നൽകിയ പരാതിയിലാണ്. നടുറോഡിൽ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ഇരുവരെയും ഒഴിവാക്കിയുള്ള കുറ്റപത്രത്തിനെതിരായ ഹർജിയിലാണ് നോട്ടീസ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. KG കമലേഷാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. കമലേഷ്, ഇരുവരെയും ഒഴിവാക്കുന്നു, സഹോദരനെതിരെ പെറ്റി കേസ് മാത്രം, അതായിരുന്നു ഇതിനു മുൻപ് നമ്മൾ കണ്ടത്. എവിടെ പോകുന്നു? കണ്ടു ഇതിന്റെ അകത്തേക്ക് ആരെ കാണുമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. യദുവിന്റെ നിയമ പോരാട്ടത്തിലാണിപ്പോ നോട്ടീസ് വന്നിരിക്കുന്നത് ഇരുവർക്കുമെതിരെ. വിവരങ്ങൾ എങ്ങനെയാണ്? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നിമീൻ, യദു ആ നിയമ പോരാട്ടം തുടരുകയാണ്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. വലിയ രീതിയിൽ യദു ആദ്യം തന്നെ പരാതി കൊടുത്തിട്ടും പോലീസ് കേസെടുക്കാതെ കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഒടുവിൽ മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കുമെതിരെ കേസെടുത്ത്. പക്ഷേ പോലീസ് കുറ്റപത്രം കൊടുത്തപ്പോൾ ഇരുവരെയും ഒഴിവാക്കി. അപ്പോൾ ഇരുവരെയും ഒഴിവാക്കി മേയറുടെ സഹോദരനെ മാത്രം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യദു ഇപ്പോൾ കോടതിയെ സമീപിച്ചത്. മാത്രമല്ല, തനിക്കൊപ്പം അന്ന് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറെ കൂടി പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്ര വെള്ളിക്കാശനാടാ നായിന്റെ മോനെ നീ എന്നെ ഒറ്റുകൊടുത്ത്. ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും, പക്ഷെ നിന്നോടതുണ്ടാവില്ല. ഇത്രയും വിവാദമായ സംഭവത്തിൽ ബസ്സിലുണ്ടായിരുന്ന ആ CCTV ദൃശ്യങ്ങൾ, മെമ്മറി കാർഡ് ഉൾപ്പെടെ ഇതുവരെ കാണാതായിരിക്കും. അത് കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. തുടക്കം മുതൽ കേസിലെ മെല്ലപ്പോക്ക് ഉൾപ്പെടെ എല്ലാ മേയറുടെ വഴിയെ പോലീസ് അന്വേഷിച്ചു എന്നുള്ളതാണ് യദുവിന്റെ പ്രധാന പരാതി. അത് കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ യദു കൊടുത്ത പരാതിയിൽ ഇരുവർക്കും നോട്ടീസ് അയക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ?